ഹായ് ഞാൻ ദീപ. നമ്മുടെ Q&A സീരീസിന്റെ അടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് തനയാണ് ചോദിച്ചേക്കുന്നത്. ദീപയെ അല്ലാതെ ഈ ലോകത്ത് ആരെയാണ് ഏറ്റവും വിശ്വാസവും ഇഷ്ടവും ഓക്കെ ഇഷ്ടവും എന്നെ അല്ലാതെ ഓക്കെ. എനിക്ക് വിശ്വാസമുള്ള മെയിനായിട്ടും 3 പേരാണുള്ളത് ഇപ്പോൾ. ഏറ്റവും അത് 3 പേരും 3 രീതിയിലാണ് എനിക്ക് എന്താണ്, നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ, നമ്മളൊരു കാര്യം പറയുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കുന്നതാവട്ടെ, അതാണല്ലോ ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് അവർ പറയുമ്പോൾ നമ്മൾ ബ്ലൈൻഡായിട്ട് ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ വിശ്വാസമുള്ള, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഓടിപ്പോകുന്ന 3 പേരാണുള്ളത്. അത് 3 പേരെയും 3 കാര്യങ്ങൾക്കാണ് ഓടിപ്പോകുന്നത്. എല്ലാവർക്കും എല്ലാം ഒന്നും എടുക്കാൻ പറ്റൂല. പിന്നെ എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അയാളുടെ കാര്യമാണ് ആദ്യമേ ഞാൻ പറയുന്നത്. എൻ്റെ അനിയത്തി. അവൾ എൻ്റെ സെയിം വേ ഓഫ് തിങ്കിങ് ആണ്. നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന രീതിയുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ഒരേപോലെയാണ്. സ്വഭാവം വ്യത്യാസമുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും, അതായത് നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അയാൾക്കത് മനസ്സിലാവാൻ പറ്റണം. ഇപ്പൊ ഞാനൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നു, ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ ആ ഡോക്ടറിന് എന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടർ വരുന്ന മരുന്ന് ഞാൻ കഴിക്കത്തുള്ളൂ. ഇല്ല, ഞാൻ കഴിക്കില്ല. എൻ്റെ മോളും അങ്ങനെയാണ്. അപ്പം ഇഷ്ടപ്പെട്ടില്ല വേറെ ഡോക്ടറിന്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ പോകത്തില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നേ, എൻ്റെ അനിയത്തിക്ക് ഞാൻ പറയുന്ന സകല കാര്യങ്ങളും മനസ്സിലാവും. അപ്പം അവളത് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് മാത്രമേ അവൾ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് അവളെ ഭയങ്കര വിശ്വാസമാണ്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മേജർ ഡിസിഷൻസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ എൻ്റെ മൂത്ത മോള് ജനിക്കുന്ന ആ ഒരു ടൈമിന് ശേഷമാണ് ഞാൻ അവളെ കുറച്ചെങ്കിലും വിലക്കെടുക്കുന്നത്. കാരണം അന്നേരം അവളുടെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയമാണ്, എൻ്റെ മൂത്ത കൊച്ച് ആവുന്ന സമയത്ത്. അപ്പോൾ ഒരു കഷ്ടിച്ചൊരു 10-15 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇവളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇൻ ഡീപ്പ് ആവാൻ തുടങ്ങിയിട്ട്. കാരണം നമ്മൾ സെയിം ഇതിലേക്കൊക്കെ എത്താൻ തുടങ്ങിയതും എന്നെ ഉപദേശിക്കാൻ എന്നെക്കാൾ 8 വയസ്സ് ഇളയതവള്, പക്ഷെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ്, അല്ലെ എന്നെ ഉപദേശിക്കാൻ ഇവള് കേപ്പബിൾ ആണെന്നുള്ളൊരു ചിന്തയിലാണ്. അതുകൊണ്ട് അവളുമായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ മറച്ചു വെക്കാത്ത ഒരു സിറ്റുവേഷനാണ്. അവളും അതുപോലെ തന്നെ അവളുടെ കുറേയധികം ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തട്ടുമുട്ടും ഓക്കെ, ഒരു ഷെയ്ക്ക് ഹാൻഡ് പൊസിഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ വരുന്ന ഒരാള് അമ്മയാണ്. അമ്മ എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ തൊട്ടേ അമ്മേനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം. ഇപ്പം അമ്മേനെ മറ്റേ 2ാമത്തെ സൈഡിലെ ഞാൻ നിർത്തതുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മയുടെ ആ ഒരു പണ്ടത്തെ അപ്രോച്ച് എനിക്ക് ഇപ്പം അമ്മ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഞാൻ. കാരണം കുഞ്ഞിലെ അമ്മ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എല്ലാ പൊട്ടും പൊടിയും ഞാൻ ചെന്ന് പറയും. അമ്മ അതുപോലെ തന്നെ കംഫർട്ട് ചെയ്യാനും കേൾക്കാനും ഒക്കെ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അതെ, കേൾക്കാനൊക്കെ റെഡിയാണ്. പക്ഷെ അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ സമാധാനിപ്പിച്ചു, എൻ്റെ പാവം മോള്, എൻ്റെ കഷ്ടം തന്നെ, എന്നാലും എൻ്റെ മോളെ നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, ഈ ഒരു അപ്രോച്ച് അമ്മ എടുക്കുന്നത്. അപ്പൊ അത് ചില സമയത്ത് നമുക്കത് വേണം. ചില സമയത്ത് നമ്മളെ അയ്യോ എന്നാലും പാവം എൻ്റെ കൊച്ചു ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇവളുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, പക്ഷെ ഇവക്ക് മാത്രം എന്താ ഇത്രയും മാത്രം അസുഖങ്ങൾ, ഇങ്ങനെ പറഞ്ഞ് കംഫർട്ട് ചെയ്യുന്ന ഒരാളെയാണ് എനിക്ക്. അങ്ങനെ വേണ്ടപ്പോൾ ഞാൻ അമ്മയടുത്ത് പോകും, അമ്മയടുത്ത് സംസാരിക്കും. അപ്പോൾ അത് പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടമില്ല. എനിക്കൊരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ എന്നെ അങ്ങോട്ട് എൻ്റെ കഴിവുകളെ എനിക്ക് ഇങ്ങോട്ട് തളർത്തി കളയുന്ന പാവം, കഷ്ടം, സിമ്പതി, ആ സിമ്പതി എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഒന്നാലും എടി ദീപേ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ, ഓരോ അസുഖങ്ങൾ പുതിയത് കണ്ടുപിടിക്കാൻ അമ്മനെ വിളിച്ചു, എന്നാലും കഷ്ടം, ഈ പെണ്ണിന്റെ കാര്യം, ഇവക്ക് എന്ത് കഷ്ടമാണ്, ഇവളുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇവക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടാണോ ഇതെല്ലാം കൂടെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങ് ഒന്നാലും കഷ്ടം, ഞാനൊരു ദുരന്തം പിടിച്ച ജീവിതമാണല്ലോ എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പദം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. സോ ഞാൻ അമ്മയടുത്ത് പോകത്തില്ല. എങ്കിലും ഇപ്പോഴും ചില ഭയങ്കരമായ തീരെ വയ്യാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ അമ്മനെ വിളിക്കും. അമ്മ കഷ്ടം തന്നെ എന്ന് പറയുമ്പോൾ നമുക്കൊരു അങ്ങനെ. പക്ഷെ ആ ഒരു പരിപാടി അനിയത്തി എടുത്ത് നടക്കൂല. അനിയത്തി എടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് കരഞ്ഞങ്ങ് പോകും. പിന്നെ അവളും മിണ്ടത്തില്ല, ഞാനും മിണ്ടത്തില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ അവളങ്ങ് സമാധാനിപ്പിക്കുക. പക്ഷെ അമ്മയടുത്ത് ഞാൻ കരയാൻ പോയി കഴിഞ്ഞാൽ അമ്മ പിന്നെ 2-3 ദിവസത്തേക്ക് ഉറങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയടുത്ത് കരയാറൊന്നുമില്ല. ഓക്കെ. അപ്പൊ അമ്മേനെ ഞാൻ ഇങ്ങനെ പദം പറഞ്ഞ് ആൾക്കാരെ കുറ്റം പറഞ്ഞ് നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ബെസ്റ്റ് ആള് അമ്മയാണ്. പദം പറയുക, സങ്കടം പറയുക, അതൊക്കെയാണ് അമ്മ. പിന്നെ അനിയത്തി എന്ന് പറയുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇമോഷണൽ നീഡ്സും നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്.
ഇമോഷണലി എനിക്ക് അങ്ങനെ ഹേർട്ടായി, ഇങ്ങനെ ഹേർട്ടായി, അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ ഇരുന്ന് വിഷമം വരുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന തീരുമാനമൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ എടുത്തിട്ട് തന്നെയാണ് ഇവരെ 3 പേരെയും വിളിക്കാറ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആള് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പുള്ളി ഇമോഷണലി ഒന്നും പുള്ളിയെടുത്ത് ചെന്നിട്ട് ഒരു കാര്യമില്ല, കാരണം അങ്ങനെ കേൾക്കില്ല. അപ്പം നമുക്കറിയാം നമ്മൾ ഭയങ്കര ഇന്റലക്ച്വൽ ലെവൽ ആൾക്കാരാണ്. അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഹസ്ബൻഡ് അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ. അപ്പം ഇങ്ങനെ പദം പറയല് ഇതൊന്നും നടക്കില്ല അവിടെ. പദം പറയാനൊക്കെ ഒരു 2 ലൈൻ പറയുമ്പോൾ തന്നെ ആൾ എണീറ്റ് പോയിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇപ്പം അടുത്ത കാലത്തായിട്ട് ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ ഇച്ചിരി ഇമോഷണൽ ആവുമ്പോഴൊക്കെ ഒരു സപ്പോർട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ ട്രെയിനിങ് ഒന്നും അത്ര നല്ലൊരു ട്രെയിനർ അല്ല. അതുകൊണ്ട് അങ്ങനെ പറ്റൂല. നമ്മൾ കുറച്ച് ഇന്റലക്ച്വൽ ലെവലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു കൂടുതൽ ഫിനാൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്സ്, ഷെയർ മാർക്കറ്റ് അതുപോലുള്ള വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അന്നേരവും ഞാൻ ഡിസിഷൻ എൻ്റെ തലയിൽ ഉണ്ടാവും, എന്നിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നണം, അതായത് ഈ കാര്യം ഇന്നടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് കേൾക്കും, എന്നെ കേട്ടിട്ട് ഒരു അഭിപ്രായം പറയാൻ മാത്രമേ ഞാൻ വിശ്വാസത്തിൽ എടുക്കത്തുള്ളൂ. അല്ല നമ്മൾ ചുമ്മാ വേഗമായിട്ട് നമ്മളെ കണക്കാക്കാതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് പിന്നെയും കറങ്ങി തിരിഞ്ഞ് വേറെ പലയിടത്തും പോയിട്ടേ ഞാനൊരു ഡിസിഷൻ എടുക്കത്തുള്ളൂ. സോ ഞാൻ ഈ പറഞ്ഞ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കുന്നു? ഈ 3 പേരോടാണ് ഞാൻ ചോദിക്കാറ്. 3 പേർക്ക് 3 മറ്റേ ലെവൽ ഓഫ് സാധനങ്ങളാണ്. ഒരാളുടെ അടുത്ത് തലപ്പറയിടാം, ഒരാളുടെ അടുത്ത് സങ്കടം പറയാം, പദം പറയാം, മറ്റേ ആളുടെ അടുത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ട് നിൽക്കാം, വേറൊരാൾക്ക് കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് നിൽക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു 3 സെറ്റ് ആൾക്കാരാണ്. പിന്നെ ഈ 3 പേരുടെ അടുത്തും ഓൾറെഡി ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പോയി പറയുന്നത്. അപ്പൊ ഇവർക്ക് അറിയാം അവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ നിന്നൊന്നും മാറാൻ പോകുന്നില്ല. എനിക്കൊരു കൺഫർമേഷൻ കിട്ടാനാണ് ഞാൻ മിക്ക സമയത്തും ഇവരെ അപ്രോച്ച് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് വിഷമമൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറയും. ഇപ്പം ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവരോട് പോകുന്നത്. പിന്നെ ഇത് ഫാമിലി വിട്ടിട്ട് എനിക്ക് ബെസ്റ്റ് നമ്മൾ പദം പറയുക, കുറ്റം പറയുക, പിന്നെ തെറി വിളിക്കുക, അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി ഞാനും എനിക്കൊന്നൊരു ഒരു 5-6 വർഷം ആയിട്ടുള്ളൂ നമ്മൾ തമ്മിലൊരു 5 വർഷമായോ, 5 വർഷമൊന്നും ആയില്ലെന്ന് തോന്നുന്നു, ഒരു 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ദിവ്യ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എനിക്ക് പറയാൻ പേടിയാണ്, കാരണം അങ്ങനെയുള്ള എല്ലാ ഫ്രണ്ട്സും എൻ്റെ വിട്ടിട്ട് പോയിട്ടാണ് ഉള്ളത്. പക്ഷെ ഒരുവിധം എൻ്റെ എല്ലാ തറ വേലകളും എൻ്റെ എല്ലാ തറ സ്വഭാവം അറിയാവുന്ന ഒരു കൊച്ചാണ്. പിന്നെ പുള്ളിക്കാരിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ വലിയ ഒരു കാര്യങ്ങളും നമ്മളങ്ങനെ മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കംഫർട്ടിങ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമ്മളങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പോയി ചോദിക്കല്ല, നമ്മളിങ്ങനെ പദം പറയുക, കുറ്റം പറയുക, അങ്ങനെ നടക്കുന്ന ഒരു അപ്രോച്ചാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം ഇത്രയും പേരാണ് നമ്മുടെ ഒരു വിശ്വാസത്തിലും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചോദിക്കുക, അല്ല നമ്മളെ ആ രീതി ട്രീറ്റ് ചെയ്യുന്ന സെയിം അതായത് ഒരു റെസ്പെക്ട്ഫുൾ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എന്നെ അതേ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെ നമ്മൾ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മളെ കുറച്ച് കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം നീ പറയുന്നല്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക് എന്ന് പറയുന്ന രീതിയിലല്ല, എനിക്ക് എൻ്റെതായ രീതിയിൽ റെസ്പെക്ട് തന്ന് എന്നാൽ ഗുണദോഷിക്കേണ്ടടുത്ത് ഗുണദോഷിച്ച് തന്നെ നിൽക്കുന്ന, എടെ താൻ ചുമ്മാ ചെന്ന് വള്ളിക്കെട്ടൊന്നും പിടിക്കരുത് എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഈ 4 പേരാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇഷ്ടം എന്ന് പറയുമ്പം ഇവരെല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. ഞാൻ വേറെ ആരെയും എനിക്ക് തോന്നുന്നില്ല, എന്നേക്കാൾ കൂടുതൽ ഞാൻ ആരെയും ഇഷ്ടപ്പെടുന്നില്ല. ഇവര് ഉണ്ട്, പിന്നെ എൻ്റെ മക്കള്, അതാണ്. അല്ലാതെ അങ്ങനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര സെൽഫിഷാണ്. ഞാൻ ഇവരെ ആരെയും എൻ്റെ ലെവൽ ഓഫ് ഇഷ്ടത്തിലോട്ടൊന്നും എത്തിച്ചിട്ടില്ല. എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം. ഇവരെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്. പിന്നെ എൻ്റെ മക്കള്. യെസ്.